ഇത് സഖാക്കളാണ് മോഷണം നടത്തിയതാണെന്ന് ആര് പറഞ്ഞു എന്നാണ് ശ്രീ റെജി ലൂക്കോസ് ചോദിക്കുന്നത്. അപ്പോൾ വാസു സഖാവല്ല, പത്മപപ്പൻ അദ്ദേഹം സഖാവല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു. എന്ന് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞ് ഇവരെ ആരെയും കോടതി ഒന്നും ചെയ്തിട്ടില്ലാന്ന്. ശരി, എന്തായാലും ശബരിമലയിലെ സ്വർണ്ണം മോഷണം പോയി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആർക്കും സംശയമില്ല, എതിരഭിപ്രായമില്ല. അത് ഹൈക്കോടതിയുടെ തന്നെ ഫൈൻഡിംഗ് ആണ്. അവിടുത്തെ സ്വർണ്ണത്തിനകത്ത് കാര്യമായ കുറവുണ്ടായി എന്നുള്ള കാര്യം. ആഭ്യന്തര മന്ത്രാലയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്, ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ശരി, ഈ സ്വർണം പോയത് ആരാണ് എടുത്തുകൊണ്ട് പോയതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? എന്നാൽ ഈ സഖാക്കളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ആരാ എടുത്തുകൊണ്ട് പോയത്? അപ്പൊ അന്വേഷണം നടത്തിയപ്പോ അകത്ത് പോയത് ആരൊക്കെയാ? അത് സഖാവ് വാസുവും സഖാവ് പത്മകുമാറും ഒക്കെയാണ് അകത്ത് പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ നാട്ടുകാർ പറയില്ലേ സ്വാഭാവികമായിട്ട് സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിനകത്ത് എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന യാഥാർത്ഥ്യം, അതിനെക്കുറിച്ചുള്ള പാട്ടാണിത്. അല്ലാതെ അയ്യപ്പനെതിരായിട്ടുള്ള ഒരു പാട്ടല്ല, മതവിശ്വാസത്തിനെതിരെയുള്ള ഒരു പാട്ടല്ല. ഇത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൽ തെളിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാർട്ടിക്കാരൻ നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അപ്പൊ അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത്. UDF മാത്രമല്ല, BJPയും ഈ പാട്ട് ഉപയോഗിച്ചിട്ടില്ലേ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ? അത് ഇപ്പോൾ പറയുന്നത് ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ്, അതുപോലെ തന്നെ അയ്യപ്പനെ അവഹേളിക്കുന്ന രീതിയിലുള്ളതാണ് ഈ പാട്ടിന്റെ വരികൾ എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അത് CPM ഏറ്റെടുക്കുകയാണ്. മഞ്ജുഷേ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. പക്ഷേ നമ്മുടെ ചില ട്രോൾ ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിൽ, പർട്ടിക്കുലർലി ഇടത് ചായ്വുള്ള ഗ്രൂപ്പുകൾ അതിനെ ഒരു വലിയ പരിഹാസ്യമാക്കി മാറ്റിയായിരുന്നു. മതവികാരം വ്രണപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ അയ്യോ കുരു പൊട്ടുന്നു എന്നാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഓർമ്മയിലുണ്ട് ICU എന്ന് പറഞ്ഞിട്ടൊരു ട്രോൾ ഗ്രൂപ്പുണ്ട്. ഇപ്പം ഏതാണ്ട് മരിച്ചുപോയി ആ ഗ്രൂപ്പ്. അപ്പോൾ ആ ട്രോൾ ഗ്രൂപ്പ് വളരെ പെട്ടെന്നൊരു ശ്രദ്ധയിലേക്ക് വരുന്നു. അയ്യപ്പൻ്റെ പേരിൽ ഒരു 4 വരി വളരെ മോശമായിട്ടുള്ള രീതിയിൽ അയ്യപ്പസ്വാമിയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു 4 വരി എഴുതിയിടുന്ന അടുത്ത് നിന്നാണ് അത് തുടങ്ങുന്നത്. അതിൻ്റെ പേരിലാണ് ഒരു പരിധിവരെ വലിയ വഴക്കുണ്ടാകുന്നതും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഔട്ട്സ്പോക്കൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ട്രോൾ ഗ്രൂപ്പുണ്ട്. ഈ ട്രോൾ ഗ്രൂപ്പ് തുടങ്ങുന്നത് പോലും അയ്യപ്പനെ അപമാനിച്ചുകൊണ്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഇടതുപക്ഷക്കാരുടെ അന്നത്തെ വലിയ വിപ്ലവങ്ങളും വിപ്ലവ ചിന്തകളും പുരോഗമന ചിന്തകളും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇന്നൊരു 10 വർഷം കഴിയുന്ന സമയത്ത് ഇന്ന് സഖാക്കൾ എല്ലാവരും കൂടി മുമ്പിൽ ഇറങ്ങി വന്ന് നിന്നിട്ട് ഞങ്ങളുടെ അയ്യപ്പനെ അപമാനിക്കുന്നോ, ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നോ എന്നൊക്കെ ചോദിച്ച് വരുന്നത് കാണുമ്പോൾ കാലം എന്നൊന്നുണ്ടെന്നും അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണെന്നും പറഞ്ഞ് ഒന്നും കൂടി ഒന്ന് ശരണം വിളിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. സഖാക്കളെ, നിങ്ങളെ കൊണ്ട് ഇനിയും അയ്യപ്പൻ മുട്ടിലഴയിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അയ്യപ്പന്റെ പേരിൽ വോട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും പറയട്ടെ മഞ്ജുഷ, അയ്യപ്പന്റെ പേരിൽ വോട്ട്, ശരി, അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അവർ പറഞ്ഞോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല. അയ്യപ്പന്റെ പേരിൽ ഇവരെന്തൊക്കെയായി നാട്ടിൽ കാണിച്ചു കൂട്ടിയേ? കേരളവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട്. ആ കോളേജിനകത്ത് ഒരു സ്ത്രീയുടെ ചോര ഒലിച്ചിറങ്ങുന്ന കാലിൻ്റെ ഇടയെന്ന് അയ്യപ്പൻ്റെ, നമ്മുടെ ശബരിമലയിൽ കാണുന്ന അയ്യപ്പസ്വാമിയെ തല തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങി വന്നിട്ട് അവിടെ SFI എന്നും പറഞ്ഞ ബോർഡ് ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിത്രമാണത്. അതിൻ്റെ ഫോട്ടോസ് ഇവർ വരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ. അപ്പോഴൊന്നും ഇവർക്ക് മതവികാരം വ്രണപ്പെട്ടില്ലേ? ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് കുരുപൊട്ടിയെങ്കിൽ നിങ്ങൾ പോയി ഓയിൻമെൻറ്റ് വരട്ടു എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ, അയ്യപ്പൻ്റെ പേരിൽ തന്നെ തോറ്റു കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്ന സമയത്ത് സഖാക്കൾ ഇമ്മാതിരി ഉടായ്പകളൊക്കെ ആയിട്ട് ഇറങ്ങുന്നേ. അത് സ്വാഭാവികമാണ്. കാരണം ആ പാട്ടിനെ അത്രയും ജനകീയമാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് ജനങ്ങൾ ഏറ്റെടുത്തു. ചുമ്മാ വെറുതെ നടക്കുന്നവർ വരെ പോറ്റിയെ കയറ്റി എന്നൊക്കെ പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ സഖാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധരക്ഷണവും ഇല്ല. പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു ബോധരക്ഷണം ഇല്ല. പക്ഷെ ഒരു പരാതി കൊടുക്കുമ്പോൾ അത് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ദൈവസംഹിതയുടെ ബേസ് അല്ലേ? അതൊരു ഈ രാജ്യത്തിന്റെ അനിവാര്യമായ ആവശ്യമല്ലേ? ശരി, യുവരാജ് ആദ്യം മുതൽ റെജി ലൂക്കോസ് പറയുന്നുണ്ട് ഇത് പരാതി കിട്ടി അതുകൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നു അത്രേ ഉള്ളൂ എന്ന്. പക്ഷെ അതൊന്നും അല്ലല്ലോ കാര്യം. അയ്യോ, പരാതി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മഞ്ജുഷേ, എത്രയോ പരാതികൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുന്നതാണ്. ഇതുവരെ ഇടതുപക്ഷക്കാർ അന്വേഷിച്ചായിട്ട് നമ്മുടെ ആരുടെ അറിവിലില്ല. മഞ്ജുഷ ഈ പറയുന്ന ഈ കേരളവർമ്മ കോളേജിൽ ഈ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പോലും അതാത് പോലീസ് സ്റ്റേഷനുകളിൽ മതവികാരം മരണപ്പെടുന്നു എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലും ആ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അവിടെ എവിടെയോ തിരിഞ്ഞു നോക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. അത് മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ MF ഹുസൈൻ എന്ന് പറയുന്ന നമ്മുടെ വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം സരസ്വതി ദേവിയെ ഉൾപ്പെടെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ചിത്രങ്ങൾ വരച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. എത്രയോ പരാതികൾ ഇവിടുന്ന് പോയി, എത്രയോ വിവാദങ്ങളുണ്ടായി, എത്രയെത്ര ലേഖനങ്ങൾ അതിൻ്റെ പേരിലുണ്ടായി. അദ്ദേഹത്തിന് രാജാരവർമ്മ
മനോരമയുടെ പേരിൽ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പോഴൊക്കെ ഇവരെന്താ ചെയ്തത്? ആൾക്കാരെ നോക്കി പരിഹസിക്കുകയായിരുന്നു. ഇപ്പോൾ സ്വന്തം എന്താണ് നെഞ്ചിനകത്ത് അമ്പ് കൊള്ളുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധി വന്നു. പെട്ടെന്ന് തന്നെ എന്താണ് വികാരം വ്രണപ്പെടാൻ പാടില്ല എന്നായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ശബരിമല സമര സമയത്ത് ഇവരുടെ കുണ്ടന്നൂരിലെ MLA ആയിട്ടുള്ള ശ്രീ M സ്വരാജ്, DYFIയുടെ മുൻ പ്രസിഡന്റൊക്കെ ആയിരുന്നല്ലോ, അദ്ദേഹം എത്ര മോശമായിട്ടാണ് അയ്യപ്പസ്വാമിയെ കുറിച്ചിട്ട് സംസാരിച്ചത് നിന്നിട്ട്, എത്ര മോശമായിട്ട് എത്ര ഹീനമായിട്ടാണ് സംസാരിച്ചത്. ഇന്ന് വരെ പിന്നെ അതിനുശേഷം നിയമസഭ കാണാനുള്ള ഒരു യോഗം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഒരു ടൈമിൽ 2 തവണ തോക്കുന്നു എന്ന് പറയുന്ന ഒരു റെക്കോർഡ് വരെ അദ്ദേഹത്തിന്റെ ഇതില്ല. കാരണം 2021 തോറ്റു, അതിനുശേഷം അതേ നിയമസഭയുടെ കാലഘട്ടത്തിൽ തന്നെ വീണ്ടും മത്സരിച്ച് തോറ്റു. അതും ദയനീയമായി തോറ്റു, സ്വന്തം നാട്ടിൽ തോറ്റു എന്നുള്ള ഒന്ന് സിറ്റിംഗ് സീറ്റിൽ തോറ്റു, അതിനുശേഷം സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ പോയി തോറ്റു. അപ്പോൾ ഒരേ ടൈമിൽ 2 തവണ തോക്കുന്നു എന്ന് പറയുന്ന അപൂർവമായ റെക്കോർഡ് വരെ അദ്ദേഹത്തിന് കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇവർക്കാർക്കും വികാരമൊന്നും വ്രണപ്പെട്ടില്ല. എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിമർശിച്ചു, ഈ പറയുന്ന ഉഡായിപ്പ് സംഘടനയുടെ ആൾക്കാർക്കൊന്നും അപ്പോൾ വികാരമൊന്നും വ്രണപ്പെട്ടില്ലേ? അവരെന്താ അപ്പം പരാതി കൊടുക്കാതിരുന്ന MLA-ക്കെതിരെ പരാതി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇതൊക്കെ ആരെങ്കിലും മൈൻഡ് ചെയ്യുമായിരുന്നോ? ഇത് 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം അതായത് എന്താണ് കാര്യങ്ങൾ, അതായത് ജനകീയമായി മാറിക്കഴിഞ്ഞ ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിനിപ്പോൾ പാട്ടാവട്ടെ, വരികളാകട്ടെ, കഥാപ്രസംഗമാവട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അത് ഈ നാട്ടിൽ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു നയം തന്നെയാണ് ഇടതുപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിയായ ഫാസിസം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഈ കേസ് ഉണ്ടാക്കിയതാണ് പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ അങ്ങനെ പോയോ? ഞങ്ങൾ എവിടെയാ കേസ് കൊടുത്തിരിക്കുന്നത്? ഒരു പിണറായി സർക്കാരിന്റെ പോലീസ് തന്നെ കേസെടുത്തത്. വിജിത് തമ്പി, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവ് വിജിത് തമ്പി ആ കേസിൽ അനുകൂലിച്ചു വന്നിരിക്കുന്നു. ഇവർ തന്നെ സ്പ്ലിറ്റാ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിശ്വ വർഷത്തെ കേസ് കൊടുത്തിട്ടില്ല. വിജയ് തമ്പി ഇന്ന് വരെ ഒരു പോലീസ് സ്റ്റേഷനിലും പോയി കേസ് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ഇപ്പുറത്ത് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ അഭിപ്രായം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഭക്തരായിട്ടുള്ള ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും ഇത് കേട്ടിട്ട് വ്രണപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. പക്ഷെ ഇത് കേസുമായിട്ട് പോയിട്ട് ഇത് നിർത്തിക്കേണ്ടതിന്റെ ആവശ്യം ആർക്കാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ശ്രീ റജി ലൂക്കോസെ, അങ്ങനെ പോലെ ഒരാളോട് ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ആർക്കാണ് ഇത് പൊള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേസ് കൊടുത്തിട്ട് ഈ പാട്ട് ഉള്ള സ്ഥലത്തുനിന്ന് മുഴുവൻ റിമൂവ് ചെയ്യിക്കുക, ആരും കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി, ഇതൊക്കെ ആരുടെ ആവശ്യം? ഇതൊക്കെ ആരുടെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യം? എന്തായാലും ഇത് കേൾക്കുന്നത് കൊണ്ട് അയ്യപ്പസ്വാമിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ള അയ്യപ്പ ഭക്തർക്കും എന്തെങ്കിലും പ്രശ്നമാണ്. ചിലർക്ക് അതിനകത്ത് എൻ്റെ അടുത്ത് വേറൊരാളും പറഞ്ഞായിരുന്നു, ഞങ്ങൾ വളരെ ചെറുതിലെ മുതലേ കേട്ട് തുടങ്ങിയ ഒരു പാട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവർ പറഞ്ഞത് ആ പാട്ടിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ആ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്താണ്, നമ്മൾ വളരെ ചെറുതിലെ മുതലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശരണം വിളിക്കൊപ്പം കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ഈ ഒരു അർത്ഥത്തിൽ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വലിയ വിഷമം ഉണ്ടാകുന്നുണ്ട്. പറയുന്നില്ലല്ലോ. അതിനകത്ത് അയ്യപ്പനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ അതിനകത്തൊന്നും കേട്ടില്ല. പോറ്റിയെ കയറ്റി അല്ല, ഞാൻ അഭിലാഷ് മഞ്ജുഷ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ പാട്ടിന്റെ വരികൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. പോറ്റി അശീലമാണോ? അല്ല. പോറ്റിയെ കയറ്റി അത് അശീലമാണോ? അല്ല. പോറ്റിയെ കയറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ കയറ്റി, ശബരിമലയിൽ കയറ്റി അല്ലേ? അവിടെ നിന്ന് എന്ത് ചെയ്തു? സ്വർണ്ണം കട്ടു. ഇതിനകത്ത് എന്താണ് അശീലം ഇരിക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് തെറ്റായിട്ടിരിക്കുന്നത്? ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇതല്ല. അവിടെ ഇരുന്ന കട്ടളയും വാതിലും ഒക്കെ ഇളക്കിയെടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ ആ പാട്ടിന്റെ ഓരോ വരികളായിട്ട് നോക്കുന്ന സമയത്ത് അത് അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അവിടെ ഇന്നത് പോറ്റിയെ കയറ്റിയെ, ബാക്കി എന്തായാലും പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം കട്ട എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അതിനകത്ത് ശാസ്താവിന്റെ ധനം ഊറ്റിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് ശാസ്താവിനെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. സ്വർണ്ണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് സഖാക്കളെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്വാമിമാരെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ആരും പറയുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത് ആർക്കാണ് പൊള്ളുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കേട്ടോണ്ടിരിക്കുന്നവർക്ക് നല്ല അവസാനം പറയുന്ന മറ്റു കാര്യങ്ങളും ചിലപ്പോൾ അസ്വസ്ഥരാക്കുന്നുണ്ടാകും. കാരണം ശബരിമല ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ആയിരിക്കില്ല അമ്മണിമാരെ മല കയറ്റി. അതാണല്ലോ റജി ലൂക്കോസ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു അല്ലേ? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ ആ പാട്ടൊക്കെ പാടിക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ? അല്ല, നിങ്ങൾ ഈ ആവർത്തിച്ച് പറയുന്നത് CPM കൊണ്ട് പരാതി കൊടുത്തോ? ഏതെങ്കിലും CPM പ്രവർത്തകരുണ്ടോ? പോലീസ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നാളെ ഞാൻ കൊണ്ടുപോയിട്ട് ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അത് RSSനെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു പാട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പരാതി കൊടുത്താൽ അടുത്ത ദിവസം തന്നെ ഇതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ആവശ്യപ്പെടുമോ? ഏതെങ്കിലും കോടതി പറഞ്ഞോ ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്, അതുകൊണ്ട് ഇത് മുഴുവൻ മാറ്റണമെന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞോ? പിന്നെന്താണ്? ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഇത് മുഴുവൻ മാറ്റണം? എനിക്ക് മനസ്സിലാക്കി. നിങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. അന്വേഷിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് പരാതി കിട്ടി, പക്ഷെ നിങ്ങൾ ആരാണ് ഇതിന്റെ പേരിൽ നടപടി എടുക്കാൻ? നിങ്ങൾ ആരാ?
ഇതിന്റെ പേരിൽ നടപടിയെടുക്കാൻ നിങ്ങൾ ആരാ? അല്ല, ഇത് ആൾക്കാർ ഈ പാട്ട് കേൾക്കാൻ പാടില്ല, ആൾക്കാർ ഈ പാട്ട് പാടാൻ പാടില്ല, ആൾക്കാർ ഈ പാട്ട് ഒരിടത്തും വെക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാ? അതെനിക്ക് മനസ്സിലായില്ല. ഗവൺമെന്റ് ആരാ? നിങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് പരാതി അന്വേഷിക്കാം. പക്ഷേ ഇത് മാറ്റിയേ പറ്റൂ എന്ന് തിട്ടൂരിറക്കാൻ നിങ്ങൾ ആരാ? ശരി, ആ പരാതി അന്വേഷിക്കുക, പരാതി അന്വേഷിച്ചിട്ട് അതിനകത്ത് മനോവികാരം ഇന്നലെ രാജു എബ്രഹാം പറഞ്ഞതിലെല്ലാം ഉണ്ട്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് രാജു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പാട്ട് ഉണ്ടാക്കിയത് അത് ഇസ്ലാം മത വിശ്വാസികളാണ് എന്ന രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണ് ഇതിനെ. അങ്ങനെയൊന്നും കൊണ്ട് കെട്ടരുത്. അവിടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വന്നു. പാർട്ടി ഔദ്യോഗികമായിട്ട് പരാതി നൽകും. ഇതാണ് കേട്ടോ, ഔദ്യോഗികമായിട്ട് പാർട്ടി പരാതി നൽകും. ആർക്കെതിരെ? എന്തിനെതിരെ? ഈ പാട്ടിനെതിരെ. പാട്ട് ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു. ആ, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൽ ഇത് പെടും. ഒരു ദൈവത്തിന് പേരുവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചാൽ ഓക്കെ, നിങ്ങൾ അവിടെ കയറി മോഷണം നടത്തിയിട്ട് അത് ദൈവത്തിന്റെ സ്ഥലമാണ്, നിങ്ങൾ ഇനി ഇത് പറയാനേ പാടില്ല. മോഷണം നടത്തിയ കഥകളൊന്നും ഇതിലേക്ക് വലിച്ചെടുക്കണ്ട. എന്തുകൊണ്ട് വലിച്ചെടുക്കില്ല? അല്ല, എന്തുകൊണ്ട് തെറ്റാണ്. ആ ചോദിച്ചവർക്കെതിരെ നടപടി ഉറപ്പായിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ പറയൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമം എന്താ? അല്ല, സഖാവ് റജി ലൂക്കോസ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സഖാക്കൾ ശബരിമലയിൽ കയറി നടത്തിയിരിക്കുന്ന മോഷണമാണ് ഇതിന്റെ ക്രക്സ്. സഖാക്കൾ ശബരിമലയിൽ മോഷണം നടത്തിയത് പാടാൻ പാടില്ല, പറയാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമലയിൽ സഖാക്കൾ നടത്തിയ സഖാക്കൾ മോഷണം നടത്തുമ്പോ സഖാക്കൾ നടത്തിയ മോഷണത്തെ കുറിച്ചല്ലാണ്ട് പിന്നെ ഇതിനെ കുറിച്ചാണ് പറയേണ്ടത്? പത്മകുമാർ സഖാവല്ലേ? ഏത് കോടതിയാണ് ഏത് കോടതിയാണ്? കക്കുന്നത് പോലെ തന്നെയാണ് കക്കുന്നതിന് കൂട്ടു നിൽക്കുന്നതും കക്കുന്നതിന് ഏത് കോടതിയാണ് ഇയാളെ കള്ളനെന്ന് പറഞ്ഞത്? അതിന് മറുപടി പറയാം. കടക്കല്ലേ റജി ലൂക്കോസ്? നമുക്കറിയില്ലേ നമ്മുടെ കോടതി നടപടി. ജയിലിലാണ് പി ടി കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താ? രാഹുൽ ഈശ്വരനെയും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നിങ്ങൾ എന്തുകൊണ്ട് പി ടി കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? പി ടി കുഞ്ഞുമുഹമ്മദിന്റെ പി ടി കുഞ്ഞുമുഹമ്മദിന്റെ പേരിലുള്ള നടപടികൾ ഈസ് ഗോയിങ് ഓൺ. അതിന് കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ ഏതോ ഒരാൾ ആ സംഘടനയുടെ പേരും അല്ല, ആ സംഘടന തന്നെ രണ്ട് സംഘടനകളുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതോ ഒരു പ്രസാദ് കുഴിക്കാല ഒരു പരാതി കൊടുക്കുന്നു. പ്രസാദ് കുഴിക്കാലയ്ക്കൊക്കെ പിന്നിൽ ആരാണെന്ന് ഊഹിക്കുവാനുള്ള ബുദ്ധിയൊക്കെ കേരളത്തിൽ. അതിനകത്ത് മഞ്ജുഷ, എനിക്കൊരു ഡൗട്ട്, ഞാൻ ഒന്ന് ഇടപെടുകയാണെ. മറ്റൊന്നുമല്ല, ഇത് സഖാക്കളാണ് മോഷണം നടത്തിയതാണെന്ന് ആര് പറഞ്ഞു എന്നാണ് ശ്രീ റജി ലൂക്കോസ് ചോദിക്കുന്നത്. അപ്പൊ വാസു സഖാവല്ല, പത്മപപ്പൻ അദ്ദേഹം സഖാവല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞ് ഇവരെ ആരെയും കോടതി ഒന്നും ചെയ്തിട്ടില്ലാന്ന്. ശരി, എന്തായാലും ശബരിമലയിലെ സ്വർണം മോഷണം പോയി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആർക്കും സംശയമില്ല, എതിരഭിപ്രായമില്ല. അത് ഹൈക്കോടതിയുടെ തന്നെ ഫൈൻഡിംഗ് ആണ്. അവിടുത്തെ സ്വർണ്ണത്തിനകത്ത് കാര്യമായ കുറവുണ്ടായി എന്നുള്ള കാര്യം. ആഭ്യന്തര മന്ത്രാലയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ശരി, ഈ സ്വർണം പോയത് ആരാണ് എടുത്തോണ്ട് പോയതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വന്നാൽ? ഈ സഖാക്കളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ആരാ എടുത്തോണ്ട് പോയത്? അപ്പൊ അന്വേഷണം നടത്തിയപ്പോ അകത്ത് പോയത് ആരൊക്കെയാ? അത് സഖാവ് വാസുവും സഖാവ് പത്മകുമാറും ഒക്കെയാണ് അകത്ത് പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ നാട്ടുകാർ പറയില്ലേ സ്വാഭാവികമായിട്ട് സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിനകത്ത് എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അത് തന്നെയാണ് എന്റെ തെറ്റ്. അത് ഗോകുലിന് മനസ്സിലായില്ലേ? താക്കോൽ എവിടെ ഇരിക്കുന്നത്? മരുന്നെടുപ്പിക്കാത്ത അവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് ചർച്ച ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത് ചർച്ചപ്പെടുത്തുന്ന കള്ളന്മാരെ പിടിച്ച് അകത്തിട്ടുള്ളവരോ എനിക്ക് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമയം ചെയ്തിട്ടാണ് ആദ്യം മുതലേ പറയുന്നുണ്ട്. പക്ഷേ 2 സ്റ്റാർ ഉണ്ട്, കണ്ടീഷൻസ് അപ്ലൈ. സഖാക്കളാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്നുള്ളത്. സഖാക്കളെ മരിച്ചായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പലതോടെ പൊടിച്ച് തുറന്നു പറയാനുണ്ട്. ഞാൻ അതിലേക്ക് പലപ്പോഴും പോകാതിരിക്കും, ചർച്ച അതിന് സമയമില്ലാത്തതുകൊണ്ട്. സഖാക്കളെ പറ്റി കള്ളന്മാരെ അടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പിടിച്ചെഴുതണം. ഇപ്പൊ സോണിയാന്റെ കയ്യിൽ കൊണ്ട് റൈസേഴ്സ് കൊണ്ട് കിട്ടി, ഈ ആന്റോയുടെ MP കൊടുത്ത് ഈ സ്വർണ്ണത്തിനകത്തുള്ള വിഹിതം എന്നാ പറയുന്നത്. അതുകൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവരിതുവരെ അറിഞ്ഞിട്ടുണ്ടോ? എത്ര ട്രോളുകളാണ് വന്നിരിക്കുന്നത്? അങ്ങനെയൊന്നും കയറി നമ്മളൊരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത്. അതിനൊന്നും എനിക്ക് നിർദ്ദേശപ്രകാരം എടുത്ത FIR പ്രകാരമാണ് ഈ പറയുന്ന വാസുവും അതുപോലെ തന്നെ പത്മകുമാറും ഒക്കെ ഈ കേസിലെ പ്രതികളായിട്ടുള്ളത്. ശബരിമലയിൽ നിന്ന് സ്വർണം പോയതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് പിന്നിൽ സഖാക്കളാണ് എന്ന് പറയുന്നതിലും ഒരു തെറ്റുമില്ല. കാരണം 2 സഖാക്കളാണ് അകത്ത് കിടക്കുന്നത്. അതായത് പോലീസിൽ പരാതി കൊടുക്കില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കുമെന്ന്. അല്ല മഞ്ജുഷ, എനിക്ക് മനസ്സിലാത്ത കാര്യം വെച്ച് കഴിഞ്ഞാല് ശബരിമലയിൽ കയറി മോഷണം നടത്തിയെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു എതിരഭിപ്രായം ആർക്കും ഇല്ല.
അത് നടന്നിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലാണെന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും യാതൊരു എതിരഭിപ്രായവും ഇല്ല. അതിനകത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം കമ്മീഷണർ വാസുവിന്റെ കാര്യത്തിനകത്ത് എന്തുമാത്രം അമിത താല്പര്യം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ പരിമിതി കഴിഞ്ഞപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് എന്തൊക്കെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്തു കൊടുത്ത് പിന്നീട് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് കൊണ്ടുവന്ന് അതേപോലെ തന്നെ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ CPM-നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട ആൾക്കാരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും യാതൊരു എതിരഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയും ഇവര് ശബരിമലയ്ക്കകത്ത് കയറിയിട്ട് കൊള്ള നടത്തി. സ്വാഭാവികമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇത് വിഷയമാക്കും. പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇതിനകത്ത് വിഷയമാക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പാണ്, ശബരിമലയുടെ പേര് പറയാൻ പാടില്ല. അതുകൊണ്ട് അതെ നോക്കൂ, അവിടെ മലയുടെ മുകളിലുള്ള ഒരു സ്ഥലത്ത് അവിടെ കയറിയിട്ട് ഒരു 18 പടിയൊക്കെ ഉണ്ട് കേട്ടോ. ആ 18 പടിയുടെ മുകളിൽ ഇരിക്കുന്നതിന്റെ അവിടെ ഒരു വാതിലുണ്ട് കേട്ടോ. ആ വാതിലിന്റെ ഫ്രണ്ടിൽ 2 വിഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഇളക്കിയെടുത്തോണ്ട് പോയത് എന്ന് പറയണോ? അതോ ശബരിമലയിൽ കയറി ഇവന്മാരെ അയ്യപ്പന്റെ മുതൽ അടിച്ചോണ്ട് പോയി എന്ന് പറയണോ? രണ്ടാമത്തതേ ഞങ്ങൾ പറയൂ, ശബരിമലയിൽ കയറിയിട്ട് അയ്യപ്പന്റെ മുതൽ അടിച്ചോണ്ട് പോയി. ഈ പാട്ടിൽ വരികൾക്ക് ഇതിനേക്കാൾ ശക്തി വരാമായിരുന്നു. അപമാനിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ പറയുന്നത് ശബരിമലയുടെ പേര് പറയാൻ പാടില്ല, അവിടെ നിന്ന് അയ്യപ്പന്റെ പേര് പറയാൻ പാടില്ല, അയ്യപ്പന്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് തരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് അയ്യപ്പന്റെ മുതൽ അടിച്ചുകൊണ്ട് പോയ ആൾക്കാരാണ് ഇവര്, ഇടതുപക്ഷക്കാര്, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, അവരെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നോട്ടീസിൽ പ്രിന്റ് ചെയ്യും, അത് ഫ്ലക്സിൽ പ്രിന്റ് ചെയ്യും, ചുമരിൽ എഴുതും, പാട്ടായിട്ട് പ്രചരിപ്പിക്കും. ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. നോക്കൂ, ഈ പാട്ടിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ചിഹ്നത്തിന് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ടോ? ഈ പാട്ടിട്ടിട്ട് ഈ പാട്ടിന്റെ അകത്ത് എവിടെയെങ്കിലും അതുകൊണ്ട് നിങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചിഹ്നം പറഞ്ഞിട്ട് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നോക്കൂ, ഇവിടെ പ്രശ്നം വരുന്നത് എവിടെയാണ്? മതചിഹ്നം ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നം വരുന്നത് എവിടെയാണ്? ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് തരൂ കേട്ടോ, എനിക്ക് വോട്ട് തരണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്താണ്, ചട്ടലംഘനമാണ്. അത് നിങ്ങൾ ശബരിമലയിൽ കയറിയിട്ടത് അവർ മോഷണം നടത്തിയ കണ്ടില്ലേ? ഇത്തരം മോഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം ആകില്ല. അങ്ങേക്ക് അറിഞ്ഞുകൂടാത്ത വിഷയമൊന്നുമല്ലല്ലോ. പിന്നെ ചർച്ചയിലാവുമ്പോൾ അങ്ങ് ഇങ്ങനെ പറയുകയാണ്. ഒരു അഴിമതി, ഒരു മോഷണം അത് തുറന്നു കാട്ടുന്ന ഒരു പാട്ട് എന്നുള്ളതാണ്. അതിനൊപ്പം ഒന്നും അതിനകത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇത്, പക്ഷെ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കണം, നിയമം തീരുമാനിക്കട്ടെ. ഇപ്പൊ നമ്മളതിനകത്ത് വ്യാഖ്യാനത്തിന് പോകത്തില്ല. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയും. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, നിങ്ങൾ ഇനിയിപ്പം ഇന്ത്യയിൽ വർഗീയതയുടെ ആശാന്മാരും വർഗീയതയുടെ പേര് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലുകയും അവരുടെ വീടെല്ലാം പൊടിച്ചു കളയുകയും ചെയ്യുന്ന BJP പോലുള്ളവർ ഇപ്പൊ ഇതിനെതിരെ ഞങ്ങളുടെ തനിക്ക് കയറി ഞങ്ങൾക്ക് സീൽ ചെയ്ത് ഇത് ഞങ്ങളുടെ തെറ്റാന്ന് പറയുന്നതിനകത്ത് വൈരുദ്ധ്യം മാത്രമേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. വാക്കുകളെയാണ് ആശ്രയിക്കുന്നത്. അതായത് സംഘപരിവാറിന്റെ വഴിയെ CPM അല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാഫിർ എന്ന് പറഞ്ഞിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചാരാ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, ഞങ്ങൾ അങ്ങനെ വർഗീയതയുടെ കുത്തകാവകാശമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അത് കുറച്ച് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാഫിർ എന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാരാ? സഖാക്കൾ തന്നെയല്ലേ? അപ്പൊ തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരം പരിപാടികളൊക്കെ ചെയ്യാൻ അറിയാമല്ലോ. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവരുടെ മാത്രം കയറാൻ വരണ്ട. അതിന്റെ കുറെ കുത്തകാവകാശം നിങ്ങൾക്കുണ്ട്. അത് യുവരാജിനെ അവരെയൊന്നും വെള്ളപുഷ്പമൊന്നും വേണ്ട. അവരുടെയൊക്കെ മൈലേജ് ഒക്കെ പോയി. അവിടെയെല്ലാം ഇപ്പൊ ജയിച്ചിരിക്കുന്ന ഇടതുപക്ഷ വടകരയിലൊക്കെ മുനിസിപ്പാലിറ്റി അവിടെ പിടിച്ചു. സന്തോഷമുണ്ടോ? നിങ്ങൾ അങ്ങനെ പിടിക്കണം. അതിന് മുമ്പ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഉണ്ടോ? അല്ല, നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴുണ്ടോ? അതെ, തിരുവനന്തപുരം നിങ്ങൾ 45 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഉണ്ടോ അവിടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം നിങ്ങൾ തൃശ്ശൂർ ഞങ്ങൾക്ക് പുതിയതായി പിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ശ്രീ റജി ലൂക്കോസ്, തൃശ്ശൂർ ഞങ്ങൾക്ക് പുതിയതായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന സാധനം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ 45 കൊല്ലം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം നഗരസഭ അവിടെ ഉണ്ടോ പോയോ? നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സാധനം ഉണ്ടോ പോയോ? കൊല്ലത്ത് നിങ്ങൾ 25 വർഷമായിട്ട് ഭരിക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടോ പോയോ എന്ന് മാത്രമല്ല, നിങ്ങൾ വളരെ അതിലേക്ക് വരണ്ട. അല്ല, അങ്ങനെ ഉണ്ടോ പോയോ എന്നുള്ളതല്ല, ഈ ഉള്ളത് പോയതിന് കാരണം എന്താണെന്ന് വിലയിരുത്തിയിട്ടുണ്ടെന്നേ. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ 2 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു, ഇത്തവണ 2 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ അവിടെ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, റജി ഉണ്ടോ പോയോ എന്നുള്ളത് അന്വേഷിക്കാതെ ഈ ഉള്ളത് പോയത് എങ്ങനെയെന്ന് അന്വേഷിക്കുമ്പോൾ അതിൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു ഘടകമായി വരുന്നുണ്ട്. അതിനെപ്പറ്റി വിലയിരുത്താതെ അയ്യോ ഈ പാട്ട് കേട്ടതോടുകൂടി ഞങ്ങളുടെ എല്ലാവരുടെയും വികാരം ഗുണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിനെതിരെ ഇങ്ങനെ കസർത്ത് കാണിക്കാതിരിക്കൂ. ഞങ്ങൾ ആദ്യമല്ലോ നോക്കുന്നത്. ജനങ്ങൾ ഞങ്ങളെ ഇതിനു മുമ്പ് ശാസ്ത്രീയോട് സ്നേഹത്തോട് ശിക്ഷിച്ചിട്ടുണ്ട്. ഒരു ഗുരുനാഥന് വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന പോലെ ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മറ്റു പാർട്ടിയുടെ കാര്യം അതല്ലല്ലോ. ഞങ്ങളുടെ വോട്ട് ഷെയറിൽ മാറ്റം വന്നിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾ പലയിടത്ത് പുറകോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുള്ള സ്ഥലങ്ങളിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ഞങ്ങൾ വാഷ് ഔട്ടായെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾ വലിയ രീതിയിലുള്ള പരാജയം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബുദ്ധികളുടെ ദുഷ്പ്രചരണങ്ങളോട് സംഭവിച്ചു. ഞങ്ങളെ തിരിച്ചു പിടിക്കും. ഞങ്ങൾ ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ പോയി അവരോട് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തെറ്റുകൾ ഏറ്റു പറഞ്ഞു, എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് ഏറ്റു പറഞ്ഞു ഞങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. നിങ്ങൾ കൊല്ലത്തല്ലേ മറ്റേ ഒരു വടിവാളും ഒക്കെ ആയിട്ട് തലയിൽ ചുവന്ന കെട്ടുമൊക്കെ ആയിട്ട് ജനങ്ങളോട് ഏറ്റു പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്.
ഞങ്ങളങ്ങനെ വഴിപാടത്തുമായിട്ട് പോയിട്ടില്ല. ആപത്തുമില്ല, ഇത്രയും നമ്മൾ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോ നിജം. ശരി, യുവരാജിന് അല്ല, തെറ്റുതിരുത്തൽ നടത്തുമെന്നാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലെ, തെറ്റുതിരുത്തലൊക്കെ നടത്തും. CPM കഴിയുകയും ചെയ്തു. അല്ല, CPM അങ്ങനെ ഒരു പാർട്ടിയാണ്, തെറ്റുതിരുത്തൽ നടത്തും, അതിന് അങ്ങനെ മുന്നോട്ട് വരികയും ചെയ്യും, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും. പക്ഷേ അതിന് ഈ പാട്ടിന്റെ പിന്നാലെ പോയി നിങ്ങൾ സമയം മെനക്കെടുത്തരുത്.